അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അർഹമുർ-റാഹിമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഒരുപാട് ഊർജവും ധൈര്യവും നൽകുന്ന ഒരു മഹത് വ്യക്തിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഈ സംസാരത്തിൽ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാകുന്നു ഇസ്ലാം. അതനുസരിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് നമ്മൾ അവരെ വിളിക്കാറുള്ളത്. ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരാളാണ് ഖദീജ റളിയല്ലാഹു അൻഹ, അഥവാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാകുന്നു അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ദുർഘടമായ കാലഘട്ടങ്ങളിൽ പ്രവാചകന് താങ്ങും തണലുമായി മാറിയ മഹദിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മക്കയിൽ ഖുവൈലിദിൻ്റെയും ഫാത്തിമ ബിൻതു സായിദയുടെയും മകളായിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജനനം. ജനിക്കുമ്പോഴേ അവർ അവരുടെ വീട്ടിൽ സമ്പന്നയായിരുന്നു. പിന്നീട് അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹത്തിന് മുമ്പേ 2 പ്രാവശ്യം വിവാഹിതയായിട്ടുണ്ട്. അതീഖ് ബിനു ആബിദ് എന്നവരും അബൂഹാലയും ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അബൂഹാലയിൽ ഹാല, ഹിന്ദ് എന്ന 2 മക്കളും അവർക്കുണ്ട്. ഈ 2 ഭർത്താക്കന്മാരുടെയും മരണത്തോടുകൂടി അവരുടെ വലിയ സ്വത്തിൻ്റെയും അവകാശിയായി ഖദീജ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിലെ കുലീനയായ സമ്പന്നയായ സ്ത്രീയായിരുന്നു ഖദീജ. മാത്രമല്ല, പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന മക്കയുടെ കച്ചവട ലോകത്തേക്ക് കടന്നു വന്ന ധൈര്യവതിയായ സ്ത്രീയായിരുന്നു അവർ. ഷാമിലേക്കും സിറിയയിലേക്കും വലിയ കച്ചവട സംഘത്തെ അയച്ച് അതുകൊണ്ട് വലിയ ലാഭമുണ്ടാക്കി പണക്കാരിയായ പ്രൗഢയായ ഖദീജ. മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഖദീജ എന്ന കച്ചവടക്കാരിയുടെ കീർത്തിയും പേരും അനുദിനം വർദ്ധിച്ചു വന്നു. അത് കേട്ടുകൊണ്ട് തന്നെ പലരും ഖദീജയെ കല്യാണം കഴിക്കാൻ വന്നുവെങ്കിലും ആ കല്യാണാലോചനകളെ അവർ സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു. തൻ്റെ കച്ചവടത്തിന് നേതൃത്വം കൊടുക്കാൻ വിശ്വസ്തനായ ഒരു ചെറുപ്പക്കാരനെ വേണമെന്ന അന്വേഷണം അവർ നാട്ടിലാകെ പരസ്യം ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട മാതുലൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രയാസമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു വരുമാന മാർഗം തിരയുന്ന കാലമായിരുന്നു അത്. ഖദീജയുടെ കച്ചവടക്കാരനെ ആവശ്യമാണ് എന്ന പരസ്യം കേട്ട് അബൂ താലിബ് ഖദീജയെ കണ്ട് സംസാരിക്കുന്നു. അതിനു മുമ്പേ തന്നെ മക്കയിൽ വിശ്വസ്തനാണ്, അൽ അമീനാണ് എന്ന് പേര് കേട്ട ആ ചെറുപ്പക്കാരനെ തൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമാക്കാൻ ഖദീജ ഒട്ടും മടിച്ചില്ല. കച്ചവടത്തിൽ കന്നിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഹായിയായി മൈസറ എന്ന ഒരാളെയും ഖദീജ കൂടെ പറഞ്ഞയച്ചു. സംഭവ ബഹുലമായിരുന്നു പ്രവാചകൻ്റെ കച്ചവടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടുള്ള കന്നിയാത്ര. ആ യാത്രയിൽ ഒട്ടനവധി സംഭവങ്ങൾക്ക് മൈസറ സാക്ഷിയാവുന്നുണ്ട്. കച്ചവടത്തിൽ ആദ്യ തുടക്കക്കാരനാണെങ്കിലും പ്രവാചകൻ്റെ കച്ചവടം പ്രൗഢമായിരുന്നു. ആദ്യം വിറ്റഴിച്ചത് അദ്ദേഹത്തിൻ്റെ കച്ചവട ചരക്കുകളായിരുന്നു. ഏറെ ലാഭം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലായിരുന്നു. ലാഭവും കച്ചവടത്തിൻ്റെ സൽകീർത്തിയുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിലേക്ക് മടങ്ങി. കച്ചവട ചരക്കുകളും പണവും ഖദീജയെ തിരിച്ചേൽപ്പിച്ച് തൻ്റെ കൂലിയുമായി പ്രവാചകൻ തിരിച്ചുപോയപ്പോഴും മൈസറ ഖദീജയുടെ കൂടെ നിന്ന് പ്രവാചകൻ്റെ കച്ചവടത്തിൻ്റെ മനോഹാരിതയും അതിൻ്റെ നൈപുണ്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് പലപ്പോഴും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ തൻ്റെ കച്ചവടത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് പ്രവാചകന് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. പക്ഷേ പ്രവാചകൻ്റെ വിശ്വസ്തതയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഊർജ്ജസ്വലതയും ഖദീജയെ വല്ലാതെ ആഗ്രഹിച്ചു. ഇനിയൊരു വിവാഹം വേണ്ട എന്ന തീരുമാനത്തിൽ നിന്ന് ഖദീജ മാറുന്നത് അതുകൊണ്ടാണ്. ഈ ചെറുപ്പക്കാരനെ തൻ്റെ ജീവിത പങ്കാളിയായി കിട്ടാൻ അവർ ആഗ്രഹിച്ചു. അബൂ താലിബുമായി കാര്യങ്ങൾ സംസാരിച്ചു. അബൂ താലിബിന് ഏറെ സന്തോഷമായി. അവർ പ്രവാചകനോട് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും പ്രവാചകൻ അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഒരു വലിയ ബന്ധത്തിന് തുടക്കമാവുകയാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സും ഖദീജക്ക് 40 വയസ്സുമാണ് പ്രായം. ആ കാലത്ത് അറബികൾക്കിടയിൽ വിവാഹത്തിന് തയ്യാറാകുമ്പോൾ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ വയസ്സുകളെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാകാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിവാഹം വളരെ സുന്ദരമായി നടന്നു.
പിന്നീട് പ്രവാചകന്റെ ജീവിതത്തിൽ 25 കൊല്ലക്കാലം ഏക പത്നിയെ ഏത് രൂപത്തിലാണ് ജീവിതത്തോട് ചേർത്തു നിർത്തേണ്ടത് എന്ന് നമ്മൾ മാതൃകയായി കാണുന്നത് ആ 25 കൊല്ലക്കാലമാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചേർത്തു പിടിക്കലിൻ്റെയും ജീവിതമായിരുന്നു ആ 25 കൊല്ലക്കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ടായിരുന്നു. ആ 7 മക്കളിൽ 6 മക്കളും ഉണ്ടായത് ആ ബന്ധത്തിലായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം പ്രവാചകൻ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങ് ഖദീജയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്? അതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, അവരിലൂടെയാണ് അള്ളാഹു എനിക്ക് മക്കളെ തന്നത് എന്നതായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ജീവിതത്തിലെ ഊർജമായിരുന്നു. 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നത് മുതൽ പിന്നീടുള്ള 10 കൊല്ലക്കാലം പ്രവാചകന്റെ ജീവിതം അതിതീവ്രമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോഴൊക്കെയും പ്രവാചകന് താങ്ങും തണലുമായത് ഖദീജയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലുന്നൂറിൻ്റെ മുകളിലേക്ക് പ്രവാചകത്വത്തിന് മുമ്പ് ഒറ്റക്ക് താമസിക്കുവാൻ വേണ്ടി കയറി പോകുമ്പോൾ പ്രവാചകന് ആവശ്യമായ ഭക്ഷണങ്ങളുമായി, സ്നേഹം ചാലിച്ച ഭക്ഷണത്തിൻ്റെ പൊതികളുമായി ഖദീജ റളിയല്ലാഹു അൻഹ ആ കുന്നു കയറുമായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആശ്ചര്യകരമായ മുഴുവൻ കാര്യങ്ങളെയും ഖദീജ റളിയല്ലാഹു അൻഹ ബഹുമാനത്തോടു കൂടി ഉൾക്കൊള്ളുമായിരുന്നു. പ്രവാചകൻ പകച്ചു പോകുന്ന, പ്രവാചകൻ ഭയപ്പെടുന്ന ഏതവസരങ്ങളിലും സാന്ത്വനമായി, സമാധാനമായി കൂടെ ഖദീജയുണ്ടായിരുന്നു. ഇറാ ഗുഹയിൽ നിന്ന് ആദ്യമായിട്ട് ജിബ്രീലിനെ കണ്ട് വഹി കിട്ടി പേടിച്ചു പറച്ച് തുള്ളിപ്പനിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന പ്രവാചകനെ ഖദീജ റളിയല്ലാഹു അൻഹ പുതപ്പിട്ട് മൂടിക്കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന കാഴ്ച ലോകത്ത് തുല്യതയില്ലാത്തതാണ്. ഒരു ഭാര്യ എത്രമേൽ ഭർത്താവിന് തണലാകും, സാന്ത്വനമാകുമെന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമായിരുന്നു ഖദീജയുടെ പെരുമാറ്റം. പിന്നീട് അങ്ങോട്ടുള്ള പ്രവാചകന്റെ ജീവിതം, പ്രവാചകനെ സ്വന്തക്കാരെ പോലെ സ്നേഹിച്ച മക്കയിലെ ഓരോരുത്തരും പ്രവാചകന്റെ ശത്രുക്കളായപ്പോൾ, പ്രവാചകനെ ചേർത്ത് പിടിക്കേണ്ടവരൊക്കെ പ്രവാചകനെ അകറ്റിയപ്പോൾ, പ്രവാചകന്റെ മിത്രമായി, സ്നേഹമായി ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച് താങ്കളെ അള്ളാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല എന്ന സമാധാനത്തിൻ്റെ വാക്കുമായി ഖദീജ പ്രവാചകന് സമാധാനത്തിൻ്റെ ഇളം തെന്നലായി മാറി. പ്രവാചകനെ മക്കക്കാർ നാടുകടത്തി ശഅബ് അബി ത്വാലിബ് എന്ന കുന്നിന് മുകളിൽ പട്ടിണിയുടെ പാരാവാരത്തിലേക്ക് പ്രവാചകനെയും കുടുംബത്തെയും അവർ എറിഞ്ഞപ്പോൾ ഇട്ടുപോകാതെ, ഉപേക്ഷിക്കാതെ പ്രവാചകനെ ചേർത്ത് പിടിച്ച് സമാധാനത്തിൻ്റെ ചിറകുകൊണ്ട് പ്രവാചകന് ആശ്വാസം നൽകി ഖദീജ. പിന്നീട് അങ്ങോട്ടുള്ള പ്രവാചകന്റെ ജീവിതത്തെ തീവ്രമായ അവസ്ഥകളിലൊക്കെയും ഖദീജ പ്രവാചകന് സമാധാനമായി. പ്രവാചക നിയോഗത്തിൻ്റെ 10-ാം വർഷത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയും അതേ വർഷത്തിൽ അബൂ താലിബും മരണപ്പെട്ടപ്പോൾ പ്രവാചകന് തൻ്റെ ചിറകുകൾ ഒടിഞ്ഞതുപോലെ തോന്നി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വർഷത്തെ ആമുൽ ഹുസ്ൻ, ദുഃഖത്തിൻ്റെ വർഷം എന്നാണ് രേഖപ്പെടുത്തിയത്. ഖദീജ റളിയല്ലാഹു അൻഹയാണ് ആദ്യ മുസ്ലിം. പണ്ഡിതന്മാർ പഠിപ്പിക്കപ്പെട്ടത് പ്രകാരം ചരിത്രത്തിൽ കാണുന്നത് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു പൊതു നിയമമുണ്ട്, ഒരു കാര്യത്തിന് ആരാണോ തുടക്കമാകുന്നത് പിന്നീട് അങ്ങോട്ട് ആ കാര്യം ആരൊക്കെ ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം ഈ തുടക്കക്കാർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്ത് ജീവിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ പ്രതിഫലം പറ്റുന്ന ഒരു മഹത് വ്യക്തിയായി മാറി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഖദീജ റളിയല്ലാഹു അൻഹ ഇപ്പോൾ താങ്കളുടെ അടുത്ത് വരും. അപ്പോൾ അള്ളാഹുവിൻ്റെയും എൻ്റെയും സലാം അവരോട് പറയണം. സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന മണിമാളികകളെക്കുറിച്ച് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കണം. അവരുടെ മരണശേഷവും അവരോടുള്ള പ്രണയം പ്രവാചകൻ ഒട്ടും കുറഞ്ഞില്ല. പ്രവാചകൻ പലപ്പോഴും അവരെക്കുറിച്ച് സംസാരിക്കും. അവരിലൂടെയാണ് അള്ളാഹു എനിക്ക് മക്കളെ തന്നത്. എൻ്റെ പ്രയാസത്തിൽ സകലരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയവളാകുന്നു അവൾ എന്ന് പ്രവാചകൻ അവരെക്കുറിച്ച് നല്ലത് പറയാറുണ്ടായിരുന്നു. തൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുകയോ ആടിനെ അറുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രവാചകൻ ഖദീജയുടെ കൂട്ടുകാരികളെ വിളിച്ച് അവർക്കതിൻ്റെ ഭാഗം നൽകി. ആ സ്നേഹം ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും നിലനിർത്തുന്ന മനോഹരമായ കാഴ്ച ചരിത്രത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ, പ്രവാചകന്റെ കൂടെ, മഹത് വ്യക്തിത്വങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.